സുഹൈൽ, വർഷങ്ങൾ നീണ്ട ഒരു നയതന്ത്ര പോരാട്ടത്തിന്റെ വിജയം 2023 US-ലെ ഒരു ജില്ലാ കോടതി തഹാവൂർ റാണയെ കൈമാറാം എന്ന രീതിയിൽ ഒരു ഉത്തരവിറക്കുന്നത്. പിന്നീട് അതിനെതിരെ അപ്പീൽ പോവുകയായിരുന്നു തഹാവൂർ റാണ ചെയ്തത്. 2009 അറസ്റ്റിലാകുമ്പോൾ ഈ മുംബൈ ഭീകരാക്രമണ കേസുമായി അടക്കമുള്ള കേസുകളാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേ കേസിൽ രാജ്യത്ത് രണ്ട് തരം ശിക്ഷ അനുഭവിക്കുന്ന ജിയോപാഡി അടക്കം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ തഹാവൂർ റാണയുടെ നിയമ പോരാട്ടം. എന്നാൽ അമേരിക്കൻ സുപ്രീം കോടതി ഇടപെട്ടതോടുകൂടി തഹാവൂർ റാണയുടെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചേക്കൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് കൈമാറുന്നതിൽ അനുകൂലമായ ഒരു നിലപാട് വരികയായിരുന്നു. ഒരു നയതന്ത്ര വിജയം. അതിനപ്പുറത്തേക്ക് ഈ മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് അതിനിർണായക വിവരങ്ങൾ തഹാവൂർ റാണയിൽ നിന്ന് തേടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വിനീത, ഈ 2008 നവംബറിൽ നടന്ന ആക്രമണം, 2008 അവസാനം NIA രൂപീകൃതമായതിനു ശേഷം ഈ ആക്രമണത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഒരു സെപ്പറേറ്റ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സെപ്പറേറ്റ് FIR-ൽ പ്രതി ചേർത്തവരിൽ രണ്ടാമത്തെയാൾ റാണയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ സെപ്പറേറ്റ് FIR-ൽ ഈ ഹെഡ്ലി ഒഴികെ ബാക്കി ആരെയും ഇതുവരെ ചോദ്യം ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൂഢാലോചന, ഇതിൽ നേരത്തെ ഈ ആക്രമണം നടന്ന മുതൽ തന്നെ ആരോപണമുറിയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ സർക്കാർ, അവിടുത്തെ ഇന്ത്യൻ സംവിധാനം, മിലിറ്ററി, ഇവരിലേക്കൊക്കെ ഈ അന്വേഷണത്തിന്റെ ഒരു പരിധി വിശാലമാക്കുന്നതായിരിക്കില്ലേ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ? അത്യന്തം നിർണായകമായ വിവരങ്ങളായിരിക്കില്ലേ തഹാവൂർ റാണയിൽ തേടേണ്ടത്? പ്രത്യേകിച്ച് പാകിസ്ഥാൻ മിലിറ്ററി സേവനം അടക്കം അനുഷ്ഠിച്ചുള്ള തഹാവൂർ റാണയ്ക്ക് ഈ കേസുമായി എത്തരത്തിലൊക്കെ ബന്ധമുണ്ട്? ഹെഡ്ലി എങ്ങനെയൊക്കെ സഹായിച്ചിരിക്കുന്നു? പാകിസ്ഥാന്റെ ISI അടക്കമുള്ള ഇന്ത്യൻ സംവിധാനങ്ങൾ എത്തരത്തിലാണ് ഈ ഭീകരാക്രമണ കേസിലെ ബാക്കപ്പ് ചെയ്തത്? അങ്ങനെ അതിനിർണായക വിവരങ്ങൾ സ്വാഭാവികമായും NIAക്ക് തേടേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഇപ്പോഴേ തഹാവൂർ റാണയെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാക് പൗരനല്ല, ഈ കാനഡിയൻ പൗരത്വമുള്ള ആളാണ് തഹാവൂർ റാണി എന്ന പ്രതിരോധം പാകിസ്ഥാൻ ഇതിനോടകം തന്നെ എടുത്തു കഴിഞ്ഞു. എന്തൊക്കെ നിർണായകമായ വിവരങ്ങളായിരിക്കും തഹാവൂർ റാണയിൽ നിന്ന് അന്വേഷണ സംഘത്തിന്, NIAക്ക്, റോയയ്ക്ക് തേടേണ്ടി വരിക? വിനീത, സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹെഡ്ലിയിൽ നിന്നടക്കം ലഭിച്ച നിർണായക മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് തഹാവൂർ റാണയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ തഹാവൂർ റാണയ്ക്കും ഹെഡ്ലിക്കും പുറമെ ഈ ഭീകരാക്രമണത്തിൽ കൂടുതൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഒപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തഹാവൂർ റാണ എന്തിന് ഭാര്യയ്ക്കൊപ്പം ഇന്ത്യയിലെത്തി, അഹമ്മദാബാദിലും ഡൽഹിയിലും അടക്കം എന്തിനവർ സന്ദർശനം നടത്തി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കൂടുതൽ വ്യക്തത ഈ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലീസിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വാഹനങ്ങളാണ്. അവരുടെ വാഹനങ്ങൾ ഈ NIA ആസ്ഥാനത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കൂടി ഭാഗമാണിതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ വാഹനത്തിൽ ഉദ്യോഗസ്ഥർ ഉണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് അടക്കമുള്ള ഉദ്യോഗസ്ഥർ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അല്പസമയത്തകം തന്നെ തഹാവൂർ റാണയെ ഇവിടേക്ക് എത്തിക്കും. അതിന് മുന്നോടിയായാണ് ഉദ്യോഗസ്ഥരടക്കമുള്ള വാഹനങ്ങൾ എത്തുന്നത്. ഡൽഹി പോലീസിന്റെയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 12-അംഗ സംഘം, പ്രത്യേകമായി രൂപീകരിച്ച 12-അംഗ സംഘം, അതിൽ വിദഗ്ധ ഉദ്യോഗസ്ഥരെ അടക്കം, ക്രിമിനോളജിയിൽ ഉൾപ്പെടെ പ്രാഗൽഭ്യം ലഭിച്ച വിദഗ്ധ ഉദ്യോഗസ്ഥർ, പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ അടക്കം അടങ്ങുന്ന 12-അംഗ സംഘമായിരിക്കും തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുക. NIAയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുണ്ട്. ആ വാഹനം NIA ആസ്ഥാനത്തേക്ക് കയറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്പസമയത്തിനകം തന്നെ തഹാവൂർ റാണയെ ഇവിടേക്ക് എത്തിക്കും. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. അതിന് മുന്നോടിയായാണ് ഉദ്യോഗസ്ഥ സംഘം ഇപ്പോൾ NIA ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷാ പശ്ചാത്തലങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മറ്റു വാഹനങ്ങൾക്ക് പോലും ഈ മേഖലയിലൂടെ കടന്നു പോകാൻ കഴിയാത്ത വിധം പഴുതടച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ NIA ആസ്ഥാനത്തിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സുഹേൽ നേരത്തെ സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യ കാത്തിരിക്കുന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണയിൽ നിന്ന് അറിയേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഈ ഡെവിൽ കോൾമാൻ ഹെഡ്ലിക്ക് പുറമെ കൂടുതൽ ആർക്കൊക്കെ ഈ മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ട്? ഈ കടൽ കടന്നെത്തിയ 10 ലഷ്കർ-ഇ-തോയ്ബയുടെ 10 ഭീകരർ, അവർക്ക് പുറമെ അവരെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? ഒപ്പം തന്നെ ഈ മുംബൈക്ക് പുറമെ മറ്റേതെങ്കിലും മേഖലകളിൽ സമാനമായിട്ടുള്ള ആക്രമണത്തിനവർ ഉദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നോ? അത് സംബന്ധിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും നടപടിക്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു? ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ തഹാവൂർ റാണയെ ചോദ്യം ചെയ്തതിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത് നിർണായകമായിരിക്കും. മുതിർന്ന ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ NIA ആസ്ഥാനത്ത് എത്തിയായിരിക്കും ചോദ്യം ചെയ്തത്. ഡൽഹി പോലീസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവർ ഒരുക്കുകയാണ്. ഈ NIA ആസ്ഥാനത്തിന് മുന്നിൽ വീണ്ടും കൂടുതൽ വാഹനങ്ങൾ എത്താനുള്ളൊരു, ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ എത്താനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കണം, ഒരല്പം മാറി നിൽക്കണമെന്നാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത്.
അതനുസരിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ കാത്തിരിക്കുന്ന ഇത്തരം പ്രധാനപ്പെട്ട വിശദാംശങ്ങളെല്ലാം തഹാവൂർ റാണയിൽ നിന്ന് അറിയാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ഇതിൽ ഇന്ത്യ നടത്തിയ ഈ കുറ്റവാളികളെ കൈമാറുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിൽ ഇന്ത്യ നടത്തിയ ഒരു പോരാട്ടം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നേരത്തെ സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരേ കേസിൽ 2 വിചാരണ അത് നടത്താൻ പാടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റാണ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ NIA-യുടെ മുതിർന്ന അഭിഭാഷകർ അതിൽ ഇടപെടുകയും അതിൽ വാദപ്രതിവാദങ്ങൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും നിർണായകമായത് പിന്നീട് അന്വേഷണ സംഘത്തിന് ഈ ഹെഡ്ലിയുടെ മൊഴി അടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു രക്ഷപ്പെടൽ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു രീതി എന്ന നിലയിലാണ് തന്റെ ദേശീയതയും തന്റെ മതവും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തഹാവൂർ റാണ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതാ ഇപ്പോൾ ആ ഹർജിയും തള്ളിയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് നിർണായക നീക്കം. ദ്രുതഗതിയിൽ പിന്നീട് ഓരോ നടപടിയും മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘം US-ലെത്തി തഹാവൂർ റാണയുമായി അല്പസമയത്തകം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകമായിട്ടുള്ള തീർച്ചയായും ഇന്ത്യയിലെത്തിച്ച തഹാവൂർ റാണയെ ഉടൻ തന്നെ വിനീത ഇപ്പോൾ ഉള്ള പട്യാല NIA കോടതിയിൽ ഹാജരാക്കും. ഈ NIA രൂപീകൃതമായതിനു ശേഷം 4ാമത്തെ FIR ഈ തഹാവൂർ റാണ അടക്കമുള്ള ഹെഡ്ലി അടക്കമുള്ള മുംബൈ ഭീകരാക്രമണ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത FIR ആണ്. ഈ FIR അനുസരിച്ച് NIA-യുടെ സ്വാഭാവിക നടപടിക്രമങ്ങൾ പുരോഗമിക്കും. കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ തന്നെയായിരിക്കും NIA-യുടെ തീരുമാനം.